അള്ളാന്റെ നബി നോമ്പും നിസ്കാരവും ഇബാദത്തും പ്രബോധനമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി. മംഗലം കഴിക്കേണ്ട പ്രായം കഴിഞ്ഞിട്ട് മംഗലം കഴിക്കുന്നില്ല. വയസ്സായിട്ട് മംഗലം കഴിക്കുന്നില്ല. പലരും നിർബന്ധിച്ചു അയ്യൂബ് നബിയോട് മംഗലം കഴിക്കാൻ. ഒരാളെ വാക്കും അക്കാര്യത്തിൽ സ്വീകരിക്കൂല. മൂപ്പര് പറഞ്ഞ മംഗലം വേണ്ട, മംഗലം കഴിച്ചാ പിന്നെ ഇബാദത്തിനല്ലോ ഒരു സമയം കിട്ടൂല, അതുകൊണ്ട് മംഗലേ വേണ്ട. ഐസ് വന്നിട്ട് നിർബന്ധിച്ചു, മോനെ ഇങ്ങനെ ആയാ പോരാ, നീ മംഗലം കഴിക്കണം, നിന്റെ മംഗലപ്രായം കഴിഞ്ഞു പോയി. മംഗലപ്രായം കഴിഞ്ഞിട്ടും വേണ്ടാന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ ഈ ഇരിക്കുന്ന ചെറിയ മക്കളോട് ചോദിച്ചു നോക്കിയാട്ടെ, മോനെ മംഗലം കഴിക്കണ്ടേ, ഇവന്റെ എല്ലാം മറുപടി എന്തായിരിക്കും അറിയാം? 2 3 എന്നായിരിക്കും. ഒന്ന് ഇവന്റെ ഇപ്പം തന്നെ വാട്സപ്പിലോട്ട് ഉറപ്പിച്ചിട്ടുണ്ടാവും. അപ്പോ അയ്യൂബ് നബി വേണ്ടാന്നാ പറഞ്ഞത്. കുറെ പറഞ്ഞപ്പോ പറഞ്ഞ ബാപ്പ, ഞാൻ മംഗലം കഴിക്കണമെങ്കിൽ എനിക്ക് പറ്റിയ പെണ്ണ് വേണം. അപ്പൊ ബാപ്പ ചോദിച്ചു, എന്താ എന്റെ പറ്റിയ പെണ്ണിന്റെ ഷർത്ത് എന്താ? എന്നെപ്പോലെ നോമ്പ് നോക്കുന്ന, നിസ്കരിക്കുന്ന, പടച്ചോനെ ആഗ്രഹിക്കുന്ന, പരലോകത്തെ ആഗ്രഹിക്കുന്ന, ദുനിയാവിനെ വെറുക്കുന്ന, അല്പം മാത്രം ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു പെണ്ണുണ്ടോ? പറ, ഞാൻ മംഗലം കഴിക്കാം. ഐസും എല്ലാം മുണ്ടാണ്ട് പോയി. ഓമൻ പറഞ്ഞു, ഇന്റെ മംഗലം കണ്ടിട്ട് ഞാൻ മരിക്കലിന്റെ ഉദാഹരണം. ഉപ്പ വിചാരിക്കണത് അയ്യൂബ് നബി ചിന്തിക്കണ പോലെ ഒരു പെണ്ണില്ലാന്നാ. പക്ഷേ അങ്ങനെ ഒരു പെണ്ണിനെ അല്ലാഹ് പടച്ചിട്ടുണ്ട്. അത് ആ നാട്ടിലല്ല, അകലെ ഈജിപ്ത് കൊട്ടാരത്തിൽ രാജകുമാരിയായ പൂവി, അത് അവിടെയാണ്. അഴകിന്റെ റാണി മിസ്റിന്റെ പൂവി, അഴകിന്റെ റാണി മുഞ്ചേറും റഹ്മത്ത് ബി, കസ്തൂരിമാനിൻ കല്യാണ പ്രായം കാണുന്നു കവിളിണയിൽ. മിസ്റിന്റെ പൂവി, അഴകിന്റെ റാണി മുഞ്ചേറും റഹ്മത്ത് ബി, കസ്തൂരിമാനിൻ കല്യാണ പ്രായം കാണുന്നു കവിളിണയിൽ. ഓ കാണുന്നു കവിളിണയിൽ. അല്ലാഹനെ ഭയന്ന് നിസ്കാരപ്പായയിൽ നിത്യം സുജൂദിലിവൾ, അല്ലാഹനെ ഭയന്ന് നിസ്കാരപ്പായയിൽ നിത്യം സുജൂദിലിവൾ. അരിമുല്ലപ്പൂവിൻ മധുഗണം നുകരാൻ വട്ടമിട്ട് പറക്കും വണ്ട്, ഇവകളെ ബീബിയും തുരത്തുന്നുണ്ട്. അരിമുല്ലപ്പൂവിൻ മധുകണം നുകരാൻ വട്ടമിട്ട് പറക്കും വണ്ട്, ഇവകളെ ബീവിയും തുരത്തുന്നുണ്ട്. മിസ്റിന്റെ പൂവി, അഴകിന്റെ റാണി മുഞ്ചേറും റഹ്മത്ത് ബി, കസ്തൂരിമാനിൻ കല്യാണ പ്രായം കാണുന്നു കവിളിണയിൽ. ആഹാ കാണുന്നു കവിളിണയിൽ. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിക്കുന്ന രൂപത്തിൽ ഒരു പെണ്ണ് ആ കാലത്ത് അല്ലാഹു പടച്ചു വെച്ചിട്ടുണ്ട്. അത് പക്ഷെ ആ നാട്ടിലല്ല, ഈജിപ്തിലാണ്. ഈജിപ്ത് കൊട്ടാരത്തിൽ ഒരു രാജകുമാരി, ഒരു കാലഘട്ടത്തിന്റെ പ്രവാചകനും രാജ്യത്തിന്റെ രാജാവുമായിരുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകന്റെ മകൾ, യൂസുഫ് നബിയുടെ പേരക്കുട്ടി, പേര് റഹ്മത്ത് എന്ന റഹ്മത്ത് ബീബി. ഇതേ മോഡലാണ്, അതേ മോഡൽ. അയ്യൂബ് നബി ചിന്തിക്കുന്ന ആ രൂപം തന്നെയാണ്. നിസ്കാരവും നോമ്പോ ഇബാദത്തോ അല്ലാണ്ട് വേറൊന്നുമില്ല ആ ചിന്തയിൽ. അവിടെയും മംഗലപ്രായമായി, 16-17 വയസ്സായി. കുഴപ്പാക്കണ്ട, 18 ആയിക്കോ. പിന്നെ ശൈശവ വിവാഹം എന്ന് പറഞ്ഞൊന്നും പറയണ്ട. അപ്പേ വിവാഹപ്രായമായി, അവിടെയും നിർബന്ധം തുടങ്ങി. പല ആൾക്കാരും റഹ്മത്തിനെ കാണാൻ വന്നു, പെണ്ണ് കാണാൻ വന്നു. എല്ലാവർക്കും റഹ്മത്തിനെ കണ്ട ഇഷ്ടപ്പെടും, പക്ഷെ റഹ്മത്തിനെ ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആളെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല. റഹ്മത്ത് ചിന്തിക്കണത് ഏതെങ്കിലും ഒരുത്തന്റെ ഭാര്യയായാൽ പിന്നെ അവന്റെ ബാക്കിൽ നടക്കേണ്ടി വരും, നിസ്കരിക്കാനൊന്നും ടൈം കിട്ടൂല. അതുകൊണ്ട് മംഗലേ വേണ്ട. ആര് ചിന്തിക്കുന്നു? റഹ്മത്ത്. എന്നാൽ ഈ കാലത്തെ പെൺകുട്ടികൾ ചിന്തിക്കുന്നതോ മംഗലേ വേണ്ടു. ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോവും, അതന്നെ കണക്ക്. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. ആമീന്റെ വർക്കത്തുണ്ട്, എനിക്കറിയാം എന്താ കോലം. അപ്പോ ഇവിടെ റഹ്മത്തിനെ പല ആൾ കാണാൻ വന്നിട്ട് ആരും ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കലും ഒരു അടിപൊളി ഭയങ്കര സ്റ്റൈലുള്ള ഏത് ശിവന്റെ മോഡൽ ഒരാൾ വന്നു. നിന്റെ ഞാനല്ല കൂട്ടത്തിൽ കുറേ കോണമുള്ളേ. അപ്പോ സ്റ്റൈലായ ഒരാൾ വന്നിട്ട്, രാജകുമാരനും കൂടിയാണ്, റഹ്മത്ത് ബി മുസല്ലയിലാണ്. ബാപ്പ പോയിട്ട് പറഞ്ഞു, മോളെ എന്നെ കാണാൻ നല്ലൊരു മനുഷ്യൻ വന്നിട്ടുണ്ട്, ബാന്ന്. അപ്പൊ റഹ്മത്ത് പറഞ്ഞു, എന്തിനാ ബാപ്പ, കുറേ മനുഷ്യന്മാരെ മുന്നിൽ എന്നെ അങ്ങനെ കാട്ടിക്കൊടുത്തില്ല, എന്നിട്ട് എന്താ ഉണ്ടായേ?
ഇതങ്ങനെയൊന്നല്ല മോളെ, അടിപൊളിയാ. കണ്ടാൽ അവന്റെ മുഖത്തൊന്ന് കണ്ണെടുക്കൂല. ഇവന്റെ ഒന്നല്ലേ, ഇവന്റെ എല്ലാം മുഖത്തൊന്ന് കൈയെടുക്കൂല. അത് വേറെ കഥ. അപ്പോ അത്ര രസമുണ്ട് പാന്നു. അപ്പൊ റഹ്മത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം അവനൊന്ന് അങ്ങോട്ട് കാണട്ടെ, എന്നിട്ട് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മാത്രം കാണിച്ചു കൊടുത്താൽ മതി. ഉപ്പ ഉറപ്പിച്ച് വാ. റഹ്മത്തും എല്ലാം വന്നു ഒളിച്ചങ്ങോട്ട്. പെണ്ണ് കാണാന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ മാത്രം അവകാശമല്ല കേട്ടോ. അങ്ങനെ ഒരു ധാരണ ഉണ്ട് നമുക്ക്, ഇത് നമ്മളെ അവകാശമാണ്. പെണ്ണിന് ഇങ്ങോട്ടും കാണാനുള്ള അവകാശം വെച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ. പരസ്പരം കാണലാണ്. അല്ലാണ്ട് പഴയ കാലത്തെ പെൺകുട്ടികളെ കാണാൻ പോയാൽ നമ്മളെ കാണൂ, നമ്മളെ കാണൂല. കാരണം ആ കാലത്തെ പെൺപിള്ളേർ ഇങ്ങനെ നമുക്ക് മൊത്തം നോക്കിയിട്ട് ഹോൾസെയിലായിട്ട് വരാം. എന്നാൽ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ നമ്മളങ്ങ് കാണാൻ പോകുമ്പോ തന്നെ ഒരു ചോദ്യമുണ്ടോ, ഹലോ ഇവൻ മേലോട്ട് വെക്കും. കാരണം ഇവൻ ഇംഗ്ലീഷ് മീഡിയം, ഇവൻ 8ാം ക്ലാസ്സിൽ 8 കൂട്ടം തോറ്റ പോട്ടാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടരെ പിടിച്ചു നിൽക്കണോ ഇംഗ്ലീഷ് മീഡിയം അല്ല, എന്നാണ് അല്പം സ്പോക്കൺ ഇംഗ്ലീഷിനങ്ങ് പോകും. കാരണം അല്പം പിടിച്ചിക്കണ്ടേ. തൽക്കാലം പെണ്ണ് കെട്ടുന്നവരെ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇംഗ്ലീഷ് കാണിച്ചു കൊടുക്കാം, അത് വേറെ കഥ. അപ്പൊ ഈ കാലത്തെ പെൺകുട്ടികളെ കഥയാണ് ഈ പറഞ്ഞത്. ഇപ്പൊ എല്ലാം മാറിയില്ലേ, ഇപ്പൊ മുമ്പൊക്കെ പെണ്ണുകുട്ടികള് ഭർത്താക്കന്മാരെ ഭാര്യമാര് വിളിക്കൽ എങ്ങനെയാ? ഭർത്താക്കന്മാരെ ഭാര്യമാര് വിളിക്കൽ കുറെ എന്തെല്ലോ ഒച്ചപ്പെടാം, ഏയ് അങ്ങനെയൊക്കെ വിളിക്കല്. ഇപ്പൊ എങ്ങനെയാ വിളിക്കണത്? നിങ്ങളല്ലേ തുടങ്ങിയത്. എന്ത് മാഹിയിലെ പെമ്പിള്ളറെ കണ്ടുക്ക, അണങ്കൂടെ ചക്കന്മാരെ കണ്ടുക്ക, കണ്ടിക്കില്ലേ ബാ എടുത്തേക്ക് വാ. എന്താ വരുന്ന? അപ്പൊ റഹ്മത്ത് ബീബി നോക്കുമ്പോ ഈ ചെങ്ങായി രാജകുമാരെ ശരിക്ക് അടിച്ചു തിന്നാണ്. അപ്പൊ റഹ്മത്ത് ഇങ്ങനെ നോക്കിയിട്ട് ചിന്തിച്ച്, പടച്ചോനെ, ഇവനെങ്ങാനും എന്നെ മാപ്പിളയായാൽ, ഇവിടെ ഭർത്താവിന് എന്താ പറയല്? മാപ്പിള തന്നെയല്ലേ, ഭാര്യക്ക് ഭാര്യ തന്നെയല്ലേ. മംഗലാപുരം പോയാൽ ഭാര്യക്ക് എന്താ പറയല്? പെരിച്ചായി, അങ്ങനെ എന്താ പറയല് ഉസ്താദ്? പെഞ്ഞായി പെരിച്ചായി അല്ല പെഞ്ഞായി. അപ്പൊ ഇവിടെ ഇവൻ എന്നെ കല്യാണം കഴിച്ച് മംഗലം കഴിച്ച് ഇവൻ എന്റെ ഭർത്താവായാല് പിന്നെ ഇവന് ചോറുണ്ടാക്കി കൊടുക്കാന്നല്ലാണ്ട് മറ്റൊന്നിനും നേരം കിട്ടൂല എന്ന് റഹ്മത്ത് ഉറപ്പിച്ചിങ്ങനെ നിൽക്കുമ്പോ ബാപ്പ അങ്ങോട്ട് കയറിയിട്ട് വിളിച്ചു, മോളെ റഹ്മത്ത് ചന്തേ ഇഷ്ടപ്പെട്ട? റഹ്മത്ത് പറഞ്ഞ, എന്റെ ബാപ്പ അവനെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ ഞാൻ കഷ്ടപ്പെട്ടു, അതുകൊണ്ട് കുറച്ചും കൂടി ചോറ് വിളമ്പി കൊടുത്തിട്ട് പോയിക്കോന്ന് പറയുന്നത്. അപ്പോഴാണ് ഉപ്പ ചോദിച്ചത്, നിൽക്കട്ടെ എവിടെ? ഞാൻ വിചാരിച്ചു ഇവനെങ്കിലും നിനക്ക് ശരിയാവുന്നതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ മോളെ, നിന്റെ കൽബിനകത്ത് ആരെങ്കിലും ഉണ്ടാ? നിന്റെ കൽബിനകത്ത് ആരെങ്കിലും ഉണ്ടോ? പഴയ പെൺകുട്ടികളോട് ചോദിക്കാ, ഈ കാലഘട്ടത്തെ പെൺകുട്ടികളോട് ചോദിക്കണ്ടേ? ചോദിച്ചാൽ കൊടുക്കൂ, ചോദിച്ചോന്റെ കാര്യം പോക്കായിരിക്കും. ഈ കാലത്തെ പെൺകുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയായിട്ട് എന്റെ കൽബിനകത്ത് ആരം കൊണ്ടോ? ഉടനെ അവള് കമ്പ്യൂട്ടർ ലിസ്റ്റ് എടുത്തിട്ട് ബദർമോലൂതോന്നും പോലെ ഓതും, സുബൈറുമ്പ മുഹമ്മദുമ്പ ഔക്കുറുമ്പ ചോദിച്ചപ്പോ ബാത്തിലായി വീണു. അതുകൊണ്ട് ചോദിക്കണ്ട, നിങ്ങൾക്ക് തോന്നിയാലും നോക്കിക്കോ. അപ്പൊ റഹ്മത്തിനോട് ചോദിച്ചപ്പോ റഹ്മത്ത് ഒരു മൂളല ഉണ്ട്. അപ്പൊ ഉപ്പ ഞെട്ടിപ്പോയി. ആര്? ഒരാളല്ല, പിന്നെ ആരുടെ? 12 ആളോ? എന്റെ ബാപ്പ എന്റെ കൽപ്പിനകത്ത് ഒരു മനുഷ്യനൊന്നും ഇല്ല, പിന്നെ ആരാ മലക്കോ? ഓ, എന്റെ ഉപ്പ എന്നെ മംഗലം കഴിക്കുന്ന ആളെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ. മനസ്സിന്റെ സങ്കല്പം പറയാം ഞാനിന്നൽപ്പം, പരലോകം മോഹിക്കും മാരനെയാണെനിക്കിഷ്ടം. പണത്തിനും മഴകിനും പിറകെ വരുന്നവൻ വേണ്ട, പ്രിയ ബാപ്പ ഈ മകളെ ആ കയ്യിൽ കൊടുക്കേണ്ട. രാജകുമാരിതൻ തൂമൊഴികൾ രാജാവിൽ കുളിരുണ്ടാക്കി, ആ കുഫുവൊത്തവനയ്യൂബ ആ കാര്യം മകളിൽ ചൊല്ലി. രാജകുമാരിതൻ തൂമൊഴികൾ രാജാവിൽ കുളിരുണ്ടാക്കി, ആ കുഫുവൊത്തവനയ്യൂബ ആ കാര്യം മകളിൽ ചൊല്ലി. അവൾ സമ്മതം മൂളുന്നേ, അയ്യൂബിനെ കാണുന്നേ,
ആ കിളികൾ കൂടുന്നേ, അഹദിൽ സ്തുതി പാടുന്നേ. മനസ്സിന്റെ സങ്കൽപ്പം പറയാം ഞാനിന്നൽപ്പം, പരലോകം മോഹിക്കും മാരനയാണെനിക്കിഷ്ടം. പണത്തിനും അഴകിനും പിറകെ വരുന്നവൻ വേണ്ട, പ്രിയ ബാപ്പ ഈ മകളെ ആ കയ്യിൽ കൊടുക്കേണ്ട. റഹ്മത്ത് നബി പറഞ്ഞു, ബാപ്പ എന്നെ മംഗലം കഴിക്കുന്ന ആളെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, ഒരു ചിന്ത. എങ്ങനെയുള്ള ആള് വേണോ, എങ്ങനെയുള്ള ആളാവണം എന്നെ മംഗലം കഴിക്കേണ്ടത് എന്ന് എനിക്ക് ചിന്ത ഉണ്ട്. പണ്ടത്തെ പെണ്ണിനുണ്ട് ഇന്നത്തെ പെണ്ണിനും ചിന്തകളൊക്കെ ഉണ്ട്. പക്ഷെ ചിന്തകളിൽ ഏറ്റ വ്യത്യാസമുണ്ട്. പഴയ കാലത്തെ പെൺകുട്ടികളൊക്കെ ചിന്തിച്ചത് തന്നെ മംഗലം കഴിക്കുന്ന ഒരാള് അയാൾ ഒന്നുമില്ലെങ്കിൽ ഒരു 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാവണം തീരുമാനിച്ചു. പഴയ കാലത്ത് 5 വക്ത് കൃത്യമായി പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരാളാവണമെന്ന് പഴയ കാലത്തെ പെൺകുട്ടികൾ ചിന്തിച്ചു. ആ തലമുറ നന്നാവുകയും ചെയ്തു. എന്താ ഈ കാലഘട്ടത്തെ പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. തന്നെ കല്യാണം കഴിക്കുന്നവന് പിന്നെ നിസ്കരിക്കണമെന്നൊന്നും ഈ കാലത്തെ പെൺകുട്ടിയൊക്കെ ഒരു ചിന്തയൊന്നുമില്ല. എന്നെ കല്യാണം കഴിക്കുന്ന ഹംക്കിന് ഓന് താടി ഉണ്ടാക്കാൻ പാടില്ല, മീശ ഉണ്ടാക്കാൻ പാടില്ല, മോന്തങ്ങനെ ഒരു കലം തേച്ചോടെ അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഇടുന്ന പേൻ്റാണെങ്കിൽ മറ്റേത് ഇടുന്ന സൈസ് മതി. ഏത് പേൻറ്റ്? അലാക്കിൻ്റെ ഒരു പേൻറ്റില്ലേ, മേലോട്ട് ഉത്തരത്തെ തട്ടിയാൽ മേലോട്ട് കയറാത്തൊരു പേൻറ്റില്ലേ, റഹ്മാനായ റബ്ബി അങ്ങനത്തെ ഒരു പേൻറ്റ് ഉണ്ട്. അതൊന്നും പറയാണ്ടിരിക്കലാ നല്ലത്. അങ്ങത്തൂല. ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് റൂമിൽ നിന്നൊക്കെ രാവിലെ ഒരു സൗണ്ട്, നിങ്ങൾ വിചാരിക്കേണ്ട എക്സസൈസ് ആണ്, പാൻറ് ഇടുന്ന സൗണ്ട് അത്. അങ്ങനെ ചില പാൻറ് ഉണ്ട്. ആ ബേക്കൽ കോട്ട കാണാത്ത ആരുടെ ഈ കൂട്ടത്തിൽ ഇപ്പം ഞാൻ കളിച്ചാൽ ബേക്കൽ കോട്ട ചില ഇവിടെ ഞാൻ ഈ പറയുന്നതൊന്നും ഈ പ്രദേശത്തുകാരെ കുറിച്ചല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് തിരിച്ചു പോകണം. സത്യം ആണെങ്കിലും അല്ല, ഒരു 2 മണിക്കൂർ സമയത്തേക്ക് ധൈര്യത്തിൽ പറയാല. മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അപ്പോൾ ചില ചെറുപ്പക്കാരിടുന്ന പാൻറ്റാണ് ഞാൻ കാണിച്ചത്. ചില ആളിടുന്ന പാൻറ് എന്ന് പറഞ്ഞാൽ ഇങ്ങ് കയറൂല. ഓന് അടിയിലിട്ടതിൻ്റെ ഫോട്ടോ വരെ ബാക്കിൽ കാണാം. അങ്ങനെ കാണാം. എന്നിട്ട് ആ ഒരു പാൻറ് ഇട്ട് ഒരു അലാക്കിൻ്റെ കുപ്പായി ഇൻസൈഡ് ആക്കാന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാണാൻ രസമാണ്. ഇതിപ്പോൾ ഇൻസൈഡാണോ ഔട്ട് സൈഡാണോ തിരിയലില്ല ഇപ്പോൾ. അങ്ങനെ ഒരു കുപ്പായി ഇട്ടിട്ട് പള്ളിയിൽ ചിലപ്പോൾ നിസ്കരിക്കാൻ കയറുമ്പോൾ എന്താ ഉണ്ടാക്കാൻ തരാം, സുജൂദിലേക്ക് പോയാൽ ഈ കുപ്പായം മേലോട്ടും പാൻറ് താഴോട്ടും പോകും. അപ്പൊ ബാക്കിൽ നോക്കിയാൽ ഒരു കോട്ട കാണാം. അതാണ് ബേക്കൽ കോട്ട. ബേക്കലല്ല, ബാക്കിൽ കോട്ട. ഇനി പോയി എന്നിട്ട് കണ്ടിട്ട് അടി വാങ്ങണ്ട, ഞാൻ വെറുതെ പറഞ്ഞത്. നിസ്കാരം ശരിയാകോ ഇല്ലയോ എന്നുള്ളത് വേറെ മസല, അത് അവിടെ ചോദിക്കണം. അങ്ങനെയല്ല ചില ഹലാക്കിന്റെ ഇതുണ്ട്, അതുപോലെ പറയാണ്ടിരിക്കൽ. അതല്ല ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ഹലാക്കിന്റെ ഭർത്താവായ മതി. ഒരു ഫാഷന്റെ സമ്പ്രദായം, ഒരു ഫാഷനായിട്ട് പരിശുദ്ധ മതത്തിന്റെ ശിആറുകൾ തൊട്ട് തെറിപ്പിക്കാത്തവനായാലും തിരക്കിടില്ല. അങ്ങനെ ഒരുത്തരെ കിട്ടിയാൽ മതി ഈ കാലത്തെ പെൺകുട്ടികൾ. എന്നാ പഴയ കാലത്തെ പെൺകുട്ടികളോ? പഴയ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ചിന്തിച്ചു അള്ളാനെ പേടിക്കുന്ന ഒരുത്തനെ കിട്ടണോ. ഓന്റെ വേഷവിധാനങ്ങൾ പഴയ കാലത്തെ പെൺകുട്ടികൾ ചിന്തിച്ചില്ല. എങ്ങനെയാകണമെന്ന് ചിന്തിച്ചില്ല. അള്ളാനെ പേടിക്കുന്നവനാവണം എന്ന് ചിന്തിച്ചപ്പോ ആ പഴയകാല തലമുറ നന്നായി. അള്ളാഹു ഈ തലമുറയും നന്നാക്കി തരുമാറാകട്ടെ. റഹ്മത്ത് പറഞ്ഞത് ബാപ്പ എനിക്കൊരാളുണ്ടെന്നല്ല, എന്റെ കൽബിൽ എന്നെ മംഗലം കഴിക്കുന്നവനെ കുറിച്ച് ചില ചിന്തകളുണ്ട്. എന്നെ പോലെ നിസ്കരിക്കുന്ന ആളാവണം, നോമ്പ് നോക്കുന്ന ആളാവണം, അള്ളാഹുവിനെ പേടിക്കുന്ന ആളാവണം, ദുനിയാവിനെ വെറുക്കുന്ന ആളാവണം, പടച്ചോന് വേണ്ടി കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്ന ആളാവണം. ഇങ്ങനെ ചില സിഫത്ത് അങ്ങോട്ട് പറഞ്ഞപ്പോ റഹ്മത്ത് ബീവിന്റെ ബാപ്പയും എല്ലാം പോയി മുണ്ടാണ്ട് പോയി അങ്ങോട്ട് കുത്തിയിരുന്നു. അപ്പോഴാണ് ഉമ്മ വന്നത്. റഹ്മത്തുവിന്റെ ഉമ്മമാരാണ് ഈ ടെൻഷൻ മാറ്റുന്ന സാധനങ്ങൾ. അള്ളാഹു നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗലോകം നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകട്ടെ. ഉമ്മ മെല്ലെ വന്നിട്ട് വിളിച്ചു, എന്തോ ഒരു ടെൻഷനോ? എന്റെ മോള് പറയുന്നത് കേട്ടില്ലേ? അവള് ചിന്തിക്കണ പോലെ ഒരു ഭർത്താവിനെ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? അപ്പൊ ഉമ്മ പറഞ്ഞു, നിങ്ങൾ വേദാറാവേണ്ട ഒരാളുണ്ട്. അതാര്? ഉണ്ട്, നമ്മളെ കുടുംബത്തില്. അങ്ങനെ ആരാ? ഇവിടെയല്ല മനുഷ്യ, ഡമസ്കസിലാന്ന് പറഞ്ഞ ഉടനെ തന്നെ റഹ്മത്തുവിന്റെ ഉപ്പ ചോദിച്ചു, നീ ഉദ്ദേശിക്കുന്നത് അയ്യൂബ് നബിയാണോ? അതെ, അത് പറ്റും. പക്ഷെ വേറൊരു ഇടങ്ങേറുണ്ട്. എന്താ? അയ്യൂബ് നബി ഒരു സാധാരണ മനുഷ്യനല്ല, അള്ളാന്റെ നബിയാ. കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവള് വേണ്ട എന്ന് പറഞ്ഞാൽ തിരിച്ചയക്കാൻ പറ്റൂല. പ്രവാചകന്മാരെ അവഗണിച്ചു വിട്ട പടച്ചോൻ വിടൂല. അതുകൊണ്ട് അയ്യൂബ് നബിയെ കുറിച്ച് പറയണത് ആദ്യം ഇവളം കെട്ട് വിളിക്കുക. ഇവക്ക് സമ്മതാണെങ്കിൽ നമുക്ക് അയ്യൂബ് നബി വിവരം അറിയിക്കാൻ തുടങ്ങും. റഹ്മത്തിനെ വിളിച്ചോണ്ടത്. റഹ്മത്തിനോട് പറഞ്ഞു, റഹ്മത്തെ
നീ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു ഒറ്റ മനുഷ്യനെ ദുനിയാവിൽ ഇപ്പം ഞങ്ങൾ കാണുന്നുള്ളൂ. അത് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എനിക്ക് പറ്റുമോ? റഹ്മത്ത് ഒരു സെക്കൻഡ് താഴോട്ട് തല താഴ്ത്തിയിട്ട് പറഞ്ഞു, പറ്റി, മതി. അത് മതി. കാരണം റഹ്മത്ത് ചിന്തിച്ച് എത്രയേ ഉള്ളൂ. അയ്യൂബ് നബി തന്നെ മംഗലം കഴിച്ചാൽ മൂപ്പർ അപ്പുറം നിസ്കരിക്കും, ഞാൻ ഇപ്പുറം നിസ്കരിക്കും. നിസ്കാരം ജോർ ഹേ ബാർ ഹേ സെന്റർ ലഹി ഹേ, അതങ്ങനെ പോയിക്കോളൂ, ഉറപ്പല്ലേ. റഹ്മത്ത് സംബന്ധിച്ചു, വിവരം ഡമസ്കസിൽ അറിയിച്ചു. മഹാനായ അയ്യൂബ് നബി മംഗലം കഴിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന കാലം. അതുകൊണ്ട് തന്നെ അയ്യൂബ് നബി റഹ്മത്തിനെ കുറിച്ച് നല്ല പരിചയ. ആ ഓഫർ സ്വീകരിച്ചു. 2 കുടുംബവും ആലോചിച്ച് റഹ്മത്ത് ബീബിനെ നിക്കാഹ് ചെയ്ത് അയ്യൂബ് നബി ഡമസ്കസിലേക്ക് കൊണ്ടുപോയി. മണിമാരനിന്നറകൂടും മധുമതി പൂത്തുരാക്കിളി പാടും പുതുതായ സ്വപ്നം ചൂടും കളർമയിലായി നിൻ കരളാടും. മണിമാരനിന്നറകൂടും മധുമതി പൂത്തുരാക്കിളി പാടും പുതുതായ സ്വപ്നം ചൂടും കളർമയിലായി നിൻ കരളാടും. കൈമുട്ടി പാടടി മെയ് മറനാടടി കളിയടി ചിരിയടി കരളെനി തിരിയടി. മൈലാഞ്ചി കൊമ്പോടിച്ച് മൈലാഞ്ചി കൊമ്പോടിച്ച് നീട്ടി വലിച്ചരച്ച് കൈക്കനെ ചപ്പമീടു പെണ്ണേ നീണ്ട മൈ കണ്ണാലോ ഞാലാടു പെണ്ണേ. പച്ചപ്പനം തത്തമ്മ ചാർത്തായി എഴുതി തന്ന ചെഞ്ചുണ്ടിൽ പാട്ടുണ്ടോടി പൊന്നേ മിന്നും പൊൻചപ്പത്തട്ടമിട്ട പിന്നേ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റഹ്മത്തിനെ മംഗലം കഴിച്ചു ഡമസ്കസ് കൊട്ടാരത്തിൽ കൊണ്ടുപോയി.